ലോകത്തെ എല്ലാ രാജ്യങ്ങളും നരേന്ദ്രമോദി എന്ന നേതാവിനെ അംഗീകരിക്കുമ്പോഴും നമ്മുടെ തൊട്ടയൽ രാജ്യമായ മാലദ്വീപിലെ പുതിയ പ്രസിഡന്റായ മുഹമ്മദ് മൊയ്സു അദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് തന്നെ ഇന്ത്യക്കാരെ പുറത്താക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. പിന്നീട് അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യയുടെ സഹായം കൊണ്ട് മാത്രം പുലർന്നിരുന്ന ആ രാജ്യം ചൈനയോട് ആഭിമുഖ്യം കാണിക്കുകയും നരേന്ദ്രമോദിയെക്കുറിച്ച് പോലും മോശമായ അഭിപ്രായങ്ങൾ അവിടെ ചില മന്ത്രിമാർ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴും അതിനെയൊക്കെ മൗനമായി പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളായിരുന്നു അവിടുത്തെ പ്രസിഡന്റ്. പക്ഷേ പിന്നീട് സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു. ഒരൊറ്റ ടൂറിസ്റ്റ് പോലും ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്ക് എത്തില്ല എന്ന അവസ്ഥ വരെ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ച സാഹചര്യത്തിൽ ഒടുവിൽ മുഹമ്മദ് മൊയ്സുവിന് ഡൽഹിയിലെത്തി മോദിയെ കണ്ട് സമസ്താപരാധം പറയേണ്ടി വന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളെല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിൽ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ ഒരുപക്ഷെ ഇന്ത്യ ഇടപെട്ട് അവരെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ അവരുടെ പിതാവായിരുന്ന ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ അവസ്ഥ തന്നെ അവർക്കും സംഭവിക്കുമായിരുന്നു. ഇന്ത്യ വളരെ സുരക്ഷിതമായി അവർക്കൊരു ഇടം നൽകുകയും ഇന്നും ഇന്ത്യ അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ബംഗ്ലാദേശിലെ ജനാധിപത്യം അട്ടിമറിച്ചെത്തിയ ഭരണാധികാരികൾ എത്ര തവണ ആവശ്യപ്പെട്ടിട്ടും ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ അവരുടെ കൈകളിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതും അത് ഇന്ത്യയുടെ വളരെ ഉറച്ച നിലപാടുകളുടെ ഏറ്റവും നല്ല ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാം.